വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ എറണാകുളം അങ്കമാലി രൂപത ബസലിക്കയ്ക്ക് മുന്നിൽ നടത്തുന്ന ഉപവാസ സമരമാണ് 15 ദിവസം പിന്നിടുന്നത്. സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും എറണാകുളം അങ്കമാലി രൂപതയുടെ ചുമതലയുള്ള തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയും രാജിവെക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. സഭ നിശ്ചയിച്ചിട്ടുള്ള ആരാധനാക്രമം പിന്തുടരാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടിട്ടുള്ള ഞങ്ങൾക്ക് വിശുദ്ധ കുർബാനയുടെ മൗലികമായ ആദർശങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ സഭ നിർദ്ദേശിച്ച പ്രകാരമുള്ള കുർബാന ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ ഇന്നിവിടെ ഈ ബസലിക്ക പള്ളിയുടെ അങ്കണത്തിൽ ഒത്തുകൂടിയിരിക്കുന്നത്. ഞങ്ങളുടെ ന്യായവും ശരിയുമായിട്ടുള്ള ഈ ആവശ്യം സാധിച്ചു കിട്ടുന്നതുവരെ എവിടെ നിന്നൊക്കെ ഞങ്ങൾക്കെതിരായിട്ട് പ്രതിരോധങ്ങളുണ്ടായാലും അവയെല്ലാം മാറ്റിക്കൊണ്ട് മുന്നേറുമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങൾ അതിനായി പ്രവർത്തിക്കും. സിറോ മലബാർ സഭാ ഭരണം വത്തിക്കാൻ ഏറ്റെടുക്കുക, സഭയെ പിളർത്തുവാനുള്ള നീക്കങ്ങൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും പ്രതിഷേധക്കാർക്കുണ്ട്. വിവാഹ വസ്ത്രം എന്ന് പറയുന്നത് അനുസരണം വിശുദ്ധിയാണ്. ഇതില്ലാതെ ഞങ്ങൾ ഈ വിവാഹ വിരുന്നായ വിശുദ്ധ കുർബാന കൂടാൻ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിശുദ്ധ കുർബാന ഇല്ലിസിറ്റ് കുർബാന കൂടിയാൽ ഞങ്ങൾക്ക് സംഭവിക്കാൻ പോണത് വിലാപവും പല്ലുകടിയായിരിക്കും ഞങ്ങളുടെ ജീവിതം മുഴുവനും. അപ്പോൾ ഞങ്ങൾക്ക് ശാപം, ഇല്ലിസിറ്റ് കുർബാന കൂടിയാൽ ഞങ്ങൾക്ക് ജീവിതത്തിൽ വരാൻ പോണത് ശാപമായിരിക്കും. ഞങ്ങൾക്ക് ആ ശാപം വേണ്ട. ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപയുള്ള വിശുദ്ധ കുർബാന സിനഡ് അംഗീകരിച്ച ആ കുർബാന മതി. ആ കുർബാനയെ ഞങ്ങളുടെ ആത്മാവിന് രക്ഷ കിട്ടുള്ളൂ. മാസങ്ങളായി തുടരുന്ന സഭാ കുർബാന തർക്കത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ശാശ്വത പരിഹാരങ്ങൾ ഉണ്ടാകുന്നില്ല. വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റ്. സീ മലയാളം ന്യൂസ്, കൊച്ചി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.